أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال كلا فاذهبا بآياتنا إنا معكم مستمعون. فأتيا فرعون فقولا إنا رسول رب العالمين أن أرسل معنا بني إسرائيل. صدق الله العظيم. الشعراء 15, 16, 17. ഖാല, അല്ലാഹു പറഞ്ഞു, കല്ല, അങ്ങനെയല്ല. ഫദ്ഹബ, അതിനാൽ നിങ്ങൾ ഇരുവരും പോകുക. ബി ആയാത്തിന, നമ്മുടെ തെളിവുകളും കൊണ്ട്. ഇന്നാ മഅക്കും, നിശ്ചയം നാം നിങ്ങളുടെ കൂടെയുണ്ട്. മുസ്തമിഊൻ, കേൾക്കുന്നവരായി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇന്ന എന്നത് ബഹുവചനമായതുകൊണ്ട് മുസ്തമിഊൻ എന്നത് മുസ്തമിഊൻ എന്നതായതാണ്. ഉദ്ദേശ്യം എല്ലാം കേൾക്കുന്നവനായിട്ട് എന്നാണ്. ഫഅ്തിയ ഫിർഔന, നിങ്ങൾ ഇരുവരും ഫിർഔനിൻ്റെ അടുത്ത് വരിക, അല്ലെങ്കിൽ ഫിർഔനിൻ്റെ അടുത്ത് ചെല്ലുക. ഫഖൂല, എന്നിട്ട് ഇരുവരും പറയുക, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഇന്നാ നിശ്ചയം ഞങ്ങൾ റസൂലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിൻ്റെ ദൂതന്മാരാകുന്നു. റബ്ബുൽ ആലമീൻ്റെ ദൂതനാകുന്നു എന്നാണ്. അഥവാ രണ്ടാളും പറയണം ഞാൻ റസൂലിൻ്റെ ദൂതനാണ് എന്ന്. അൻ അർസിൽ മഅന ബനി ഇസ്രായേൽ, അൻ അർസിൽ, നീ അയക്കാൻ വേണ്ടിയാണ്, മഅന ഞങ്ങളോടൊപ്പം, ബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കളെ. മൂസ അലൈഹി ഇസ്ലാമിനോട് നുബുവത്ത് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് എതിരുകൾ പറഞ്ഞു. അവർ എന്നെ കളവാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഭയപ്പെടുന്നു. അതുപോലെ എനിക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല മാനസികമായിട്ട്, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ അവിടെ എൻ്റെ പേരിലൊരു കേസുണ്ട്, അതുകൊണ്ട് അവരെന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതിനെല്ലാറ്റിനും കൂടി അല്ലാഹു തആല ഒറ്റ സ്വരത്തിൽ മറുപടി പറഞ്ഞു, കല്ല, അങ്ങനെയൊന്നുമല്ല, അഥവാ താങ്കളെ കൊല്ലുകയില്ല. കല്ല എന്ന് പറഞ്ഞത് ഖുർആൻ മറ്റു ഭാഗങ്ങളിൽ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ അത് ചുരുക്കിയാണ് പറയുന്നത്. അഥവാ കൊല്ലുകയില്ല. ഫലാ യസ്ലൂന ഇലൈക്കുമ എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ഖസസിൽ. അവർ നിങ്ങളിലേക്ക് എത്തുകയില്ല, അഥവാ നിങ്ങളെ പിടികൂടുകയില്ല എന്നർത്ഥത്തിൽ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. അതുകൊണ്ട് മനസ്സെടുക്കമൊന്നും വേണ്ടതില്ല, കളവാക്കുമെന്ന് പേടിയും വേണ്ടതില്ല, ഇങ്ങനെ ആശങ്കകളൊന്നും വേണ്ട, നിങ്ങൾ പോയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പിന്നെ അർസിലില ഹാറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ കല്ല എന്നുള്ളതിൽ പെടില്ല. അത് സമ്മതിച്ചിട്ടുണ്ട്, ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ. ലഖദ് ഊതീത സൂലക യാ മൂസ, മൂസയെ നീ ചോദിച്ചത് തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ പിന്നെ അതിവിടെ സൂചനയുണ്ട്, കല്ല എന്നുള്ളതിൽ പെടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഫദ്ഹബ, നിങ്ങൾ ഇരുവരും പോകുക. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അഹ്ലുകാരിൽ നിന്നൊരു വസീറിനെ തരണം, അതുപോലെ എനിക്ക് കരുത്ത് പകരണം എന്നൊക്കെ പറഞ്ഞത് സൂറത്തുൽ ഖസസിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഫദ്ഹബ. അതിനൊക്കെ ശേഷമുള്ള വർത്തമാനമാണ്, വളരെ ചുരുക്കിയാണ് പറയുന്നത്. നടന്ന സംഭവങ്ങൾ മുഴുവനൊന്നും ഇവിടെ പറയുന്നില്ല, മറ്റുള്ളിടത്ത് പറഞ്ഞ അത്രയും ഇവിടെ പറയുന്നില്ല. ഫദ്ഹബ,
നിങ്ങൾ ഇരുവരും പോകുക എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കണം അല്ലാഹു തആല ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും കൂടി ഡ്യൂട്ടിയിൽ ഉൾപ്പെടുത്തി വസീറാക്കി അദ്ദേഹം ചോദിച്ചതുപോലെ അനുവദിച്ചു എന്ന്. ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളും കൊണ്ട് എന്നാണ്. നമ്മുടെ ആയത്തുകളും കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് നിലത്തിട്ടാൽ പാമ്പാകുന്ന വടിയാണ്. രണ്ട് കക്ഷത്തിൽ വെച്ചാൽ പ്രകാശിക്കുന്ന വിരലുകൾ. ഇങ്ങനെ രണ്ടായത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതുമാത്രമല്ല, പിന്നീടും ആയത്തുകൾ 9 ആയത്തുകൾ ഫിറൗനിനെ കാണിച്ചു എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ തെളിവുകളും കൊണ്ട് നിങ്ങൾ രണ്ടാളും പോകുക. ഇന്നാ മഅക്കും മുസ്തമിഊൻ, ഇന്നനീ മഅക്കുമ അസ്മഉ വ അറ എന്ന് സൂറത്തു ത്വാഹയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, കണ്ടും കേട്ടും എന്ന് പറഞ്ഞതാണ്. ഇവിടെ ഇന്നാ മഅക്കും മുസ്തമിഊൻ, ശ്രോതാവായിട്ട് അല്ലെങ്കിൽ സഹായിയായിട്ട് കൂടെ തന്നെ ഞാനും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ പിന്തുണ. അതാണ് അസ്മഉ വ അറ എന്നവിടെ പറഞ്ഞത്. ഇവിടെ മുസ്തമിഊൻ, നിങ്ങളെന്താണ് പറയുന്നത് എന്നും നിങ്ങളോട് എന്താണ് പറയുന്നത് എന്നും ഒക്കെ ഞാനും കേൾക്കുന്നുണ്ട്. അല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് അള്ളാഹുവിൻ്റെ പേരായിട്ട് പലയിടത്തും പറഞ്ഞതുപോലെ അതാണ് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞത്. അള്ളാഹു കൂടെ വന്നിരിക്കും എന്ന അർത്ഥത്തിലല്ല എന്ന് മനസ്സിലാക്കാനാണ് അസ്മഉ വ അറ എന്നും ഇവിടെ മുസ്തമിഊൻ എന്നും ഒക്കെ പറഞ്ഞതും. ഫഅ്തിയ ഫിർഔന, അതിനാൽ നിങ്ങൾ ഫിറൗനിൻ്റെ അടുത്ത് ചെല്ലുക. ഫഖൂല ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ രണ്ടാളും ഇന്നാ റസൂല റബ്ബിക്ക എന്ന് പറഞ്ഞു എന്നുണ്ട്. ആശയപരമായുള്ള പരാമർശമാണ് ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ കൃത്യം വാചകമല്ല, ഒന്ന് പറഞ്ഞത് അറബിയിലല്ലല്ലോ. പിന്നെ കൃത്യം വാചകം പറയുകയല്ല, സംഭവം വിവരിക്കുകയാണ്. അതുകൊണ്ട് ഒരിടത്ത് ഇന്നാ റസൂല റബ്ബിക്ക എന്നും ഇവിടെ ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇന്ന എന്ന് ബഹുവചനം ഉപയോഗിക്കുന്നത് എന്തിനാണ്? നാം എന്ന് ബഹുമാനിക്കാനാകാം, അല്ലെങ്കിൽ റസൂലുള്ളമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ എന്ന് പറയാനുമാകാം. ഇന്ന എന്ന് പറഞ്ഞത് റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ ആര് വന്നാലും അത് അള്ളാഹുവിൻ്റെ റബ്ബുൽ ആലമീനിൻ്റെ ദൂതനാണ്, അങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അല്ലാതെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ നേതാവായിട്ട്, അവരുടെ പ്രതിനിധിയായിട്ട്, അവർക്ക് വേണ്ടി രംഗത്ത് വന്നത് അങ്ങനെയൊന്നുമല്ല, പടച്ചവൻ പറഞ്ഞയച്ചിട്ട് വന്നതാണ് എന്നാണ് പറഞ്ഞത്. എല്ലാ റസൂലുമാരും പറഞ്ഞത്. ഇപ്പോൾ സൂറത്തുൽ അഅറാഫിലൊക്കെ അനിഅബ്ദുല്ലാഹ വത്തഖു അനിഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ഇലാഹില്ല, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനവും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത്. അതുപോലെ മുകളിൽ ഈ സൂറത്തിൽ തന്നെ പോകാൻ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, പിന്നെ അല ഖൗമ ഫിറൗന അല യത്തഖൂൻ, അവർ അള്ളാഹുവിനെ സൂക്ഷിക്കണില്ലേ എന്ന് ചോദിക്കാൻ ആണ് അയച്ചത് എന്ന്. ആ വർത്തമാനമൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഇവിടെ ചുരുക്കത്തിൽ ഒഴിവാക്കപ്പെട്ടതാണ്. പിന്നീട് പറയുന്നത്, അപ്പോൾ ഫിറൗനോട് അങ്ങനെ വലിയ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് റബ്ബുൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പരിഹാസവും ചർച്ചയും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഹാറൂൻ അലൈഹി ഇസ്ലാമിൻ്റെയും മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും മുഖ്യ ദൗത്യം ബനി ഇസ്രായേല്യരെ മോചിപ്പിക്കലാണ്. അതാണ് തുടർന്ന് പറയുന്നത്. അൻ അർസിൽ മഅന ബനി ഇസ്രായേൽ, അൻ അർസിൽ മഅന, നീ ഞങ്ങളുടെ കൂടെ അയക്കാൻ, ബനി ഇസ്രായേൽ സന്തതികളെ, ഇസ്രായേൽ മക്കളെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് യൂസുഫ് അലൈഹി സ്വലാം ഭരണാധികാരിയായിരുന്നു. പിന്നീട് നൂറ്റാണ്ടുകൾ അത് നിലനിന്നിട്ടുണ്ട്. പിൽക്കാലക്കാർ പിന്നീട് പിൻഗാമികൾ ദീന് കളഞ്ഞു കുളിക്കുകയും സുഖലോലുപരാകുകയും ഒക്കെ ചെയ്തു മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കുള്ള പ്രതിഷേധം കിബത്തികൾ മുതലെടുത്തു. അവരെ ഭരണത്തിൽ നിന്ന് അട്ടിമറിച്ചു. എന്നിട്ട് ഒരു കാലത്തും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി അടിമകളാക്കി, എന്നാൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി അവരുടെ അടിമ വംശമായി നിലനിർത്തി. എന്നാൽ ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കാൻ വേണ്ടി
ഒരു കൊല്ലം ജനിക്കുന്ന ആൺകുട്ടികളെയൊക്കെ കൊല്ലുക എന്ന പ്രോഗ്രാം നടപ്പിലാക്കി. ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഖുർആൻ പറഞ്ഞതുപോലെ യുദബ്ബിഹൂന അബ്നാഅഹും വയസ്തഹ്യൂന നിസാഅഹും, ആൺകുട്ടികളെ കൊല്ലുക, പെണ്ണുങ്ങളെ മാനഭംഗപ്പെടുത്തുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകലാണ്. സൂറത്തുൻ നാസിയാത്തിൽ മറ്റൊരു ഫിറൗനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അതുപോലെ ലഅല്ലഹു യതദക്കറു യഖ്ഷ വഖൂല ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു യഖ്ഷ എന്ന് പറയുന്നുണ്ട് സൂറത്തു ത്വാഹയിൽ. സൂറത്തു നാസിയാത്തിൽ ഇദ്ഹബ് ഇലാ ഫിറൗന ഇന്നഹു തഗ ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ഷ, നിന്നെ ഞങ്ങൾ രക്ഷിതാവിലേക്ക് വഴികാട്ടിത്തരാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് ഫിറൗൻ അത് സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ബനി ഇസ്രായേലിയർക്ക് മോചനം എന്ന് പറഞ്ഞൊരു പ്രശ്നം അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈ രണ്ട് ദൗത്യം. ഫിറൗന് വേണമെങ്കിൽ മുസ്ലിം ആയാൽ മതി, പക്ഷേ മനുഷ്യരെ അടിമകളാക്കാൻ സമ്മതിക്കില്ല. ഇസ്ലാമിക ഭരണകൂടം പിൽക്കാലത്തും അങ്ങനെ തന്നെയാണ്. അഥവാ ഭരണാധികാരികളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. അവർ സ്വീകരിക്കണില്ലെങ്കിൽ വേണ്ട, ജനങ്ങളെ ബാക്കിയുള്ള മനുഷ്യരോട് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ദീനിനെക്കുറിച്ചും പറഞ്ഞ് അവരെ ചങ്ങലകളിൽ നിന്ന്, അല്ലെങ്കിൽ സൂറത്തുൽ അറാഫിൽ ചങ്ങലകൾ അറുത്തുമാറ്റാനും ഭാരങ്ങൾ ഇറക്കി വെക്കാനും ഒക്കെയായിട്ട് അള്ളാഹു പറഞ്ഞയച്ച അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദൂതന്മാർ ചെല്ലും. അവരെ അനുവദിക്കണില്ലെങ്കിൽ വാളുകാരും തീരുമാനിക്കും. ഇതേ ഫോർമുല തന്നെയാണ് ഇവിടെയും. ഫിറൗനിനെ ദീനിലേക്ക് ക്ഷണിക്കുന്നു, സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമത്തത് പറയാനില്ല. പിന്നെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ബനി ഇസ്രായേലിയരുടെ മോചനം എന്ന് പറയുന്നത്. ഇനി ഫിറൗൻ വിശ്വസിക്കണില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. ഫിറൗൻ വിശ്വസിക്കണില്ലെങ്കിൽ ഫിറൗന് വേണ്ട. പക്ഷേ അത് പറഞ്ഞിട്ട് ബനി ഇസ്രായേലിയരെ മനുഷ്യരെ അടിമകളാക്കി പീഡിപ്പിക്കാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഒന്നുകിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ബനി ഇസ്രായേലിയരെ ഞങ്ങളോടൊപ്പം പറഞ്ഞേക്കുക. മൂസാ അലൈഹി സ്വലാമിൻ്റെ ദൗത്യത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. മറ്റ് നബിമാർ, ഇപ്പോൾ നൂഹ് അലൈഹി സ്വലാം ജനതയെ സന്മാർഗത്തിലേക്ക് വിളിക്കുകയാണ്. അതുപോലെ എല്ലാ നബിമാരെയും നമുക്ക് പൊതുവിൽ അങ്ങനെയാണ് കാണപ്പെടുക. പിന്നെ ഹൂദ് അലൈഹി സ്വലാം, സാലിഹ് അലൈഹി സ്വലാം ഒക്കെ അതാത് കാലത്തുള്ള തിന്മകളെ ചോദ്യം ചെയ്യുന്നു എന്നല്ലാതെ ജനങ്ങളെ അടിമകളാക്കരുത് എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം അവിടെ അങ്ങനെ ഒരു അടിമകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഫിറൗൻ്റെ കാര്യത്തിൽ നേരെ മറിച്ചാണ്. അതുകൊണ്ട് തന്നെ ബനി ഇസ്രായേല്യരോട് ഞാൻ അള്ളാഹു നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി അയച്ച റസൂലാണ് എന്ന് പറയുന്നതിൻ്റെ മുമ്പ് ചെയ്യാനുള്ള പണിയാണ് ബനി ഇസ്രായേല്യരെ അടിമകളാക്കരുത്. അതിൻ്റെ കാരണം എന്താണ്? ബനി ഇസ്രായേല്യർ ശരിയായ മൂമിനുകളാണോ മുത്തക്കികളാണോ അതൊന്നുമല്ല വിഷയം. നമ്മൾ നേരത്തെ കണ്ടു, സാമിരിയെ വരെ ചെങ്കടൽ കടത്തി രക്ഷപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ അറാഫിലൊക്കെ അള്ളാഹു താല വിവരിക്കുന്നത് പ്രകാരം ആ സാമിരിയെ വരെ രക്ഷപ്പെടുത്തുന്നത് സാമിരി മുസ്ലിമായിട്ടോ മൂമിനായിട്ടോ ഈമാനിൻ്റെ പേരിലോ അല്ല, പകരം മർദ്ദിതനാണ്. അപ്പോൾ മർദ്ദിതരായ ബനി ഇസ്രായേല്യരെ രക്ഷപ്പെടുത്തുക എന്ന ശുദ്ധ രാഷ്ട്രീയ ദൗത്യവുമായിട്ടാണ് മൂസ അലൈഹി സ്വലാം ഫിറൗനിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഫിറൗനെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നു. സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അതിൻ്റെ ദുരന്തം അയാൾ അനുഭവിക്കും. അതേ സമയത്ത് അതുണ്ടായാലും ഇല്ലെങ്കിലും ബനി ഇസ്രായേല്യർ മോചിതരാകുക, അങ്ങനെ മോചിപ്പിച്ച ശേഷം അവരെ സംസ്കരിക്കുക, ഇതാണ് അള്ളാഹുവിൻ്റെ പ്രോജക്റ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവരെ ഉപദേശിക്കുന്നതിൻ്റെ മുമ്പ് ഫിറൗനോട് ഈ വിമോചനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മൂസ അലൈഹി സ്വലാം. ഇതൊക്കെ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുഅ്മിനുകൾക്കും ഉപദേശമാകുന്നതിന് വേണ്ടിയാണ് അന്ന് ഇത് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലാത്ത ഒരു ദൗത്യമാണ് മൂസ അലൈഹി സ്വലാം. അഥവാ റസൂലുള്ളാഹിനെക്കാളും വലിയ റിസ്ക്കാണ് മൂസ അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം അതിൽ വിജയിക്കുകയും അദ്ദേഹത്തെ അല്ലാഹു തആല സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കയിൽ നിയോഗിതനായ താങ്കൾ ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ, താങ്കൾ അങ്ങനെ വിഷമിക്കേണ്ടതില്ല. കാരണം അത്ര വലിയ പണിയല്ല താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് തെര്യപ്പെടുത്തുകയാണ് അന്ന് ഇത്. അതേപോലെ തന്നെ പിൽക്കാലക്കാർക്കും അള്ളാഹുവിൻ്റെ ദീന് എന്ന് പറയുന്നത് കേവലം ആത്മീയ ഉപദേശങ്ങൾ മാത്രമല്ല, മനുഷ്യൻ്റെ സാമൂഹിക രാഷ്ട്രീയ വിമോചനവും അതിൻ്റെ അജണ്ടയാണ് എന്ന് പഠിപ്പിച്ചു തരുന്നതാണ് മൂസ അലൈഹി സ്വലാമിൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള
ഈ പരാമർശങ്ങൾ. അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ ഫിൽ അദ്റാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹസ്നിനാ وذهاب همنا وغمنا. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.